ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പൊന്മുട്ടയിടുന്ന താറാവ്. ജയറാം, ശ്രീനിവാസൻ, ഉർവശി തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം തട്ടാൻ ഭാസ്കരന്റെ കഥയായിരുന്നു പറഞ്ഞത്. ഒത്തിരി മികച്ച അഭിനേതാക്കൾ ഒരുമിച്ച ചിത്രത്തിൽ നടി പാർവതിയും ഒരു അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. എന്നാൽ ആ റോളിലേക്ക് മറ്റൊരു നായികയെ കണ്ടെത്തിയിരുന്നുവെന്നും ഒരു സീനിൽ മാത്രം വന്നുപോകാൻ തനിക്ക് പ്രയാസമുണ്ടെന്ന് അവർ പറഞ്ഞെന്നും സത്യൻ അന്തിക്കാട് പറയുന്നു. കരമന ജനാർദ്ദനന്റെ ഭാര്യയായി അഭിനയിക്കുന്നത് ഇമേജിനെ ബാധിക്കുമെന്നും അവർക്ക് പേടി ഉണ്ടായിരുന്നുവെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. സത്യൻ അന്തിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പൊന്മുട്ടയിടുന്ന താറാവിലെ ആ കഥാപാത്രം ആദ്യമേ ഉള്ളതാണ്. പക്ഷേ പാർവതി ആയിരുന്നില്ല ആദ്യം അത് ചെയ്യേണ്ടിയിരുന്നത്. വളരെ ചെറുപ്പക്കാരിയായ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഹാജിയാരിന്റെ ഭാര്യ എന്ന് ഗ്രാമം മുഴുവൻ കാണുന്നതായിട്ടാണ് ആ ചിത്രത്തിന്റെ ക്ലൈമാക്സ്. അങ്ങനെ ആ കഥാപാത്രം ചെയ്യുന്നതിലേക്കായി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തേടി നടക്കുകയും അവസാനം വയനാട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. അവർ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി വന്നു. പിന്നെ ഒരു സീൻ മാത്രം ഉള്ളതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് തോന്നി. വയസ്സായ കരമന ജനാർദ്ദനൻ നായരുടെ ഭാര്യയാകുന്നത് അതും അവരുടെ ഇമേജിനെ ബാധിച്ചാലോ എന്നും അവർക്ക് തോന്നി. അന്ന് മോശം സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകന്റെ സിനിമയിൽ അവർ അഭിനയിക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അഭിനയിച്ചാൽ ബുദ്ധിമുട്ടാകുമോ എന്നവർക്ക് സംശയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി പാർവതി വന്നിട്ടുണ്ടായിരുന്നു. കുടുംബ പുരാണം എന്ന എന്റെ ചിത്രത്തിൽ പാർവതി അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പാർവതിയെ വിളിച്ചിട്ട് ഒരു ഗസ്റ്റ് റോൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. കരമന ജനാർദ്ദനന്റെ ഭാര്യയായി അഭിനയിക്കണം, അതുപോലെ ഒരു സീനിൽ മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞു. പക്ഷേ പാർവതി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, സത്യൻ ചേട്ടന്റെ സിനിമയല്ലേ, ഞാൻ വന്നോളാമെന്ന്. പാർവതി വന്നതോടെ ആ ചിത്രത്തിന്റെ ഇമേജ് മാറി. സത്യം പറഞ്ഞാൽ ആ വയനാടുകാരിയോട് എനിക്ക് നന്ദി തോന്നി, സത്യൻ അന്തിക്കാട് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.